السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم لا علم لنا إلا ما علمتنا ولا معرفة إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അഭിവന്ദനായ നമ്മുടെ വേദിയുടെ അധ്യക്ഷൻ, മഹല്ലിൻ്റെ കരുത്തനായ പ്രസിഡന്റ് ഹംസ ഹാജി അവർ, ഇവിടെ പ്രാർത്ഥന നടത്തിയ നമ്മുടെ ജമാഅത്തിൻ്റെ അഭിവന്ദനായ ഖാദി സയ്യിദ് സൈനുൽ ആബിദീൻ ശിഹാബ് തങ്ങൾ അവർ, നമ്മുടെ ജമാഅത്തിൻ്റെ പ്രമുഖനായ ഖതീബ് ഉസ്താദ് MC അബൂബക്കർ ധാരിമി അവർ, ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി അഭിമന്യനായ മീരാൻ ഹാജി, അതുപോലെ ഈ മഹത്തായ പരിപാടിയുടെ അഭിമന്യരായ കമ്മിറ്റി ഭാരവാഹികളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു ഈ മഹത്തായ സംഗമം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. പലപ്പോഴും ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ പള്ളി ഞാൻ വളരെ അട്രാക്ഷനോടുകൂടി നോക്കാറുണ്ട്. കാണാൻ നല്ല വളരെ ഭംഗിയുള്ള ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ ചെലവ് പോലും കമ്മിറ്റി ഭാരവാഹികൾ സ്വന്തമായി ഏറ്റെടുത്ത് വളരെ പ്രൗഢമായി സംഘടിപ്പിക്കുകയും ചെയ്ത കമ്മിറ്റി ഭാരവാഹികളെ, അതുപോലെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ സമയം കണ്ടെത്തുന്നു. അല്ലാഹു ഞങ്ങൾക്കൊക്കെ രണ്ട് വീട്ടിലും വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. 1 മണിക്കൂറാണ് നമ്മുടെ സമയം. 11:10 to 12:10. ഇത് നമ്മുടെ മഹല്ല് സംഗമമാണ്. ഈ ഒരു സദസ്സിൽ പ്രായമായവരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, അഭിമന്യരായ ഉസ്താദുമാരുണ്ട്, സയ്യിദന്മാരുണ്ട്. വളരെ പ്രധാനമായി ഇവിടെ ഒരുമിച്ച് കൂടിയ പുതിയ തലമുറയുടെ ന്യൂ ജൻ അല്ലെങ്കിൽ ജൻസി എന്നൊക്കെ പറയുന്ന പുതിയ തലമുറയോട് പറയാനുള്ളത്, അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മളെന്നും നിലനിർത്തുക എന്നതാണ്. മനുഷ്യന്റെ എല്ലാ തീരുമാനങ്ങൾക്കും
പരിമിതികളുണ്ട്. മനുഷ്യനിർമ്മിതമായ എല്ലാ തീരുമാനങ്ങൾക്കും പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതിന് ചില ലിമിറ്റേഷൻ ഉണ്ട്, ബൗണ്ടറി ഉണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ തീരുമാനമാണ് എറ്റേണൽ, അനന്തമായ തീരുമാനം. ഒരിക്കലും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവാത്ത ഒരു തീരുമാനം അത് റബ്ബിന്റെ തീരുമാനമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ജനസംഖ്യ നിയന്ത്രിക്കാൻ ചില രാജ്യങ്ങൾ പുതിയ മുദ്രാവാക്യങ്ങളുമായി ആ രാജ്യത്തുള്ള ജനങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ ലോകത്തുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യത്ത് പലരും ആ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് അതിനെ സമരസപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ജനസംഖ്യ നിയന്ത്രിക്കണം, പോപ്പുലേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യണം. അങ്ങനെ ഒരു കുട്ടി മതി, 2 മതി, 3 മതി, പിന്നെ 1 പിന്നെ വേണ്ടെന്നായി. അവസാനം അത്തരം രാജ്യങ്ങളൊക്കെ ഇന്ന് എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞ് പൗരന്മാരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജോലിക്കിടയിൽ വരെ പറ്റുമെങ്കിൽ സെക്സിൽ ഏർപ്പെടണം. റഷ്യയിൽ നിന്നൊക്കെ ഉണ്ടായ പുതിയ ഓർഡർ, ജോലിക്കിടയിൽ വരെ, അഥവാ എങ്ങനെയെങ്കിലും കുട്ടികൾ ഉണ്ടാക്കി തരണം. വൃദ്ധന്മാരായ വയസ്സന്മാരായ നാടായി പല നാടും മാറിയിട്ടുണ്ട്. ആ മനുഷ്യനിർമ്മിതമായ ചില തീരുമാനങ്ങളാണ്. നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ താൽക്കാലികമായി ശരിയെന്ന് നമുക്ക് തോന്നിയാലും വിദൂര ഭാവി പരിശോധിച്ചു നോക്കുമ്പോൾ പലപ്പോഴും അത് പരാജയമായിരിക്കുമെന്നതിന്റെ ഒരു സൂചനയാണ്. സുവർഗരതയുമായി ബന്ധപ്പെട്ട വിഷയം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേ നമ്മോട് പറയുന്നത്, ലോക അവസാനം ഇന്ന മിൻ അഅലാമിസ് സഅതി വഅശ്റാത്തിഹാ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് ആണിനെ കല്യാണം കഴിക്കും, പെണ്ണിനെ കല്യാണം കഴിക്കും. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ഉള്ളത് ഗേകളിലാണ്. സെക്സിൽ ഏർപ്പെടുന്ന ആണും പെണ്ണിനുമല്ല ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ഉള്ളത് ആണും തമ്മിലുള്ള സുവർഗരതി മൂലമാണ് എന്നതാണ് പുതിയ പഠനം. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ അതിനെ നിയമസാധുവാക്കുന്ന, അതൊരു ലീഗലാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് പല രാജ്യങ്ങളും ലീഗലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണും തമ്മിലുള്ള വിവാഹം ലീഗലാക്കുന്ന രാജ്യങ്ങളുണ്ട്. ഞാനിതെന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒരു 10 വർഷം മുമ്പ് വരെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രണയ വിവാഹങ്ങളൊക്കെ നമുക്ക് ഷെയിമായിരുന്നു, നാണക്കേടായിരുന്നു. എന്റെ കുട്ടി പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആ ഉപ്പാക്ക്, ആ പിതാവിന്, ആ കുടുംബത്തിന് വലിയ നാണക്കേടായിരുന്നു. ജാള്യത മൂലം പ്രേമ കല്യാണങ്ങളൊക്കെ മറച്ചു വെക്കുകയോ, ഇനി പ്രേമുണ്ടെങ്കിൽ പ്രേമെന്ന് പുറത്തറിയിക്കില്ല. ഒരു 10 വർഷം ഇപ്പുറത്തെത്തിയപ്പോ പ്രേമ കല്യാണങ്ങളല്ലാതെ കല്യാണങ്ങളില്ല, അറേഞ്ച്ഡ് മാരേജ് ഇല്ല, ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല. ഒന്നല്ല, 100 കണക്കിന് ചെറുപ്പക്കാർ കാണാൻ സുമുഖരാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, ജോലിയുണ്ട്, സെറ്റിൽഡ് ആണ്, എന്നിട്ട് പെണ്ണില്ല. കാരണം അവര് ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാല് അവര് പഠിക്കുന്ന സമയത്ത് പ്രേമിച്ചില്ല എന്നതാണ്. ചെറുപ്പത്തിൽ പ്രേമിക്കാത്തത് കൊണ്ട്, ഞാനിത് വെറുതെ പറയല്ല, എക്സാഗ്രേഷൻ ആയിട്ട് പറയല്ല. എന്റെ അറിവിന് ചില ആളുകളുടെ മുമ്പ് ഓടി വരാൻ പെണ്ണ് കിട്ടാതെ എന്നോട് ദുആ ചെയ്യാൻ പറയുന്ന ആളുകൾ, ഞാൻ ഇത്രയ്ക്ക് സൗന്ദര്യം ഉണ്ടായിട്ട് എനിക്ക് പെണ്ണ് കിട്ടുന്നതിന് ചോദിക്കുന്നു. നല്ല ഗ്ലാമറുള്ള ഭംഗിയുടെ ചെറുപ്പക്കാർക്ക് പെണ്ണില്ല, കാരണം അവർ പ്രേമിച്ചില്ല. ചില പെണ്ണ് കിട്ടും, ചിലപ്പോൾ അവർക്ക് തൃപ്തരാവില്ല. അപ്പൊ വിവാഹത്തോട് വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ ജനറേഷൻ. എന്നിട്ടൊരു ഉദാഹരണം ഞാൻ പറയുന്നത്, നമ്മൾക്കിപ്പോ താൽക്കാലികമായിട്ട് അത് ഭംഗിയുണ്ടെന്ന് തോന്നിയാലും അതിന്റെ വരുംപരായ്മകൾ, അതിന്റെ ദോഷങ്ങൾ ഭാവിയിലാണ് നമ്മൾ അനുഭവിക്കാൻ പോകുക. ഇപ്പൊ ടെസ്ല, എലോൺ മസ്കിന്റെ ഡ്രൈവറില്ല കാറുകൾ അമേരിക്കയുടെ നഗരങ്ങളിൽ ഇറങ്ങാൻ തുടങ്ങി. ഈവൻ GCC-ലടക്കം അവർ പരീക്ഷിച്ചു തുടങ്ങി, എയർപോർട്ടിൽ നിന്ന് ഡ്രൈവറില്ല കാറുകൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ഡ്രൈവറില്ല കാറ് വന്നാൽ ആരുടെ ജോലിയാണ് ഇഷ്ടപ്പെടാൻ?
ഡ്രൈവർ ഇല്ലാതെ കാർ വന്നാൽ ആരുടെ ജോലി നഷ്ടപ്പെടുക? ആരൊക്കെ ജോബില്ലാത്ത ആളുകളോ? ആർക്കാ ജോലി നഷ്ടപ്പെടുന്നത്? കുറച്ചൊക്കെ ഡ്രൈവർമാരെ ജോലി അല്ലേ? ഡ്രൈവർ ഇല്ല കാർ വന്ന ഓട്ടോമാറ്റിക് പോകുന്ന കാറുകൾ. എലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ അതിന്റെ വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്തിരുന്നു. അഥവാ അദ്ദേഹത്തിന്റെ യാർഡിൽ നിന്ന്, വീടിന്റെ ഷെഡിൽ നിന്ന്, അല്ലെങ്കിൽ കാർ പാർക്കിൽ നിന്ന് ഡ്രൈവർ ഇല്ലാത്ത കാറ് അമേരിക്കയുടെ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് തൊട്ടപ്പുറത്തുള്ള വേറൊരു യാർഡിൽ പോയി ആ യാർഡിൽ നിന്ന് എന്തോ ഒരു വസ്തു വണ്ടിയിൽ കയറ്റി തിരിച്ച് അതേ പാർക്കിൽ വന്ന് പാർക്ക് ചെയ്യുന്ന വീഡിയോ അടക്കം എലോൺ മസ്ക് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെ ഡ്രൈവർ ഇല്ല കാർ നമ്മുടെ നാട്ടിലൊക്കെ വന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് തോട്ടായിട്ട് വരുന്നത് ഡ്രൈവറുടെ ജോലി ഇനി ഉണ്ടാവില്ല, ഡ്രൈവർമാർക്ക് ജോലി നഷ്ടപ്പെടും, അപ്പൊ അവരെന്താ ചെയ്യാന്ന് ചിന്തിക്കുക. അല്ല, അതിൽ ജോലി നഷ്ടപ്പെടുന്ന വേറെ കുറെ ആളുകളുണ്ട്. ഡ്രൈവർ ഇല്ല കാറുകൾ വന്നാൽ അപകടങ്ങൾ സംഭവിക്കൂല, ആക്സിഡന്റ് ഉണ്ടാവില്ല, എല്ലാം സെൻസറാണ്. ഇപ്പൊ നമ്മുടെ ഈവൻ ക്രേറ്റ, ഒരു സാധാരണക്കാരന്റെ വണ്ടിയാണ് ക്രേറ്റയിൽ പോലും 4 വരി പാതയിൽ നമ്മൾ ചീറിപ്പായുമ്പോൾ അതിന്റെ ലൈൻ തെറ്റി അപ്പുറത്തേക്ക് പോയ വെച്ച് കൊണ്ടുവച്ചു. സെൽറ്റോസ് അതുപോലെ തന്നെ ക്രേറ്റയിലൊക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി അതിന്റെ ലൈന് തെറ്റി, ലൈന് മാറി അങ്ങോട്ട് സഞ്ചരിച്ച വണ്ടി തിരിച്ചു കൊണ്ടുവരും. പ്രീമിയം വണ്ടികളിൽ അഡാസിസ്റ്റം ഉണ്ട്. അഡാസിസ്റ്റം എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഒരു വണ്ടി വന്നാലും 140 സ്പീഡിൽ പോയാലും മുമ്പിൽ എന്തെങ്കിലും വസ്തു കണ്ടാൽ അത് അവിടെ പോയി ഇടിക്കൂല. റിവേഴ്സ് കയറുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കല്ലോ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് ബാക്കിൽ വന്നാൽ അത് ഓട്ടോമാറ്റിക് അവിടെ നിൽക്കും. 140 സ്പീഡാണെങ്കിൽ വരെ വണ്ടി അവിടെ നിൽക്കും. ഉള്ളിലുള്ള ആളുകൾക്ക് ഒരു അപകടം സംഭവിക്കില്ല. സ്റ്റിയറിംഗ് നമ്മൾ ഉപയോഗിക്കേണ്ട. ഇപ്പൊ പ്രീമിയം കാറുകളിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. സ്റ്റിയറിംഗ് നമ്മൾ തിരിക്കണമെന്നില്ല. വണ്ടി ഹൈവേയിൽ പോവാണെങ്കിൽ നമ്മളൊന്ന് ഒരു വട്ടം നിൽക്കിയാൽ അത് തന്നെ ഓട്ടോമാറ്റിക്കോ നമ്മൾ നിന്നോടുത്താൽ മതി. ക്രൂയിസിലിട്ടിട്ട് നമ്മൾ ഇരുന്നോടുത്താൽ അത് തന്നെ തിരിച്ചോടും, അത് തന്നെ പോയിക്കൊണ്ട് നമ്മൾ ഇരുന്നോടുത്താൽ മാത്രം മതി. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പുതിയ ടെക്നോളജിയാണ്. അപ്പോ ഡ്രൈവർമാരില്ലാത്ത കാർ വന്നാൽ അപകടങ്ങൾ കുറയും. അപകടങ്ങൾ പറഞ്ഞാൽ ആരുടെ ജോബ് നഷ്ടപ്പെടാം? റിപ്പയർ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ജോബ് നഷ്ടപ്പെടും. നാട്ടിലെവിടെയും റിപ്പയറിംഗ് ഷോപ്പുകൾ കാണാനുണ്ടാവില്ല, എല്ലാം പോകും. കാരണം അപകടമില്ല ഉണ്ടെങ്കിലല്ലേ റിപ്പയർ വർക്ക്. ട്രാഫിക് പോലീസിന്റെ ആവശ്യം ഉണ്ടാവില്ല. ആരോടാ ട്രാഫിക് പോലീസ് ഇങ്ങനെ ആരോടാ? ഡ്രൈവർ ഇല്ലല്ലോ, വണ്ടി മനുഷ്യന്മാരില്ല. ഇൻഷുറൻസ് ആരാ? കമ്പനി ഒക്കെ പോട്ടേണ്ടി വരും. ആക്സിഡന്റ് ഉണ്ടെങ്കിലല്ലേ ഇൻഷുറൻസിന് സാധ്യതയുള്ളൂ. ഇവിടെ ആക്സിഡന്റ് സംഭവിക്കുന്നില്ല, ഇൻഷുറൻസ് ഒക്കെ കൂട്ടേണ്ടി വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പൊ ഇതാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ ചിന്തിക്കുമ്പോൾ ഡ്രൈവറിന്റെ ജോലി ഇഷ്ടപ്പെടുന്ന നമുക്ക് തോന്നുന്നത് അല്ല. അത് ഒന്നിന് പിറകെ ഒന്നായി പല മേഖലകളെയും ബാധിക്കും. ഇതേപോലെ തന്നെയാണ് വിവാഹം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. വിവാഹത്തോട് വിമുഖത കാണിക്കുന്ന പെൺകുട്ടികൾ പ്രത്യക്ഷത്തിൽ ഇതൊക്കെ ഒരു ഫെമിനിസം അവരുടെ തോട്ട് വെച്ച് ചിന്തിക്കുമ്പോൾ സ്വതന്ത്ര ചിന്താഗതി ലിബറലിസ്റ്റുകളുടെ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ അവരുടെ ചിന്തകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ രസമായിട്ട് തോന്നുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ വരുമ്പരായ്മകൾ, ദൂരവ്യാപകമായ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുമെന്ന് ഞാൻ ആമുഖമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അതാകും മൻ തർളൗന ദീനഹു വ ഖുലുഖഹു, 18 വയസ്സായ ഒരു പെൺകുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ അന്വേഷിച്ച് ഏതെങ്കിലും ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ പ്രപ്പോസലായിട്ട് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ മകളെ അയാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അപകടങ്ങൾ സമ്പത്തുണ്ടോ? വരുന്ന ചെറുപ്പക്കാരന് ജോലി ഉണ്ടോ? അവന് വീട് എത്ര വലുപ്പുണ്ടോ? അവന്റെ വരുമാന മാർഗങ്ങൾ എന്താണ്? അവന് കാണാൻ ഭംഗിയുണ്ടോ? അതെല്ലാം നിങ്ങൾ നോക്കേണ്ടത്. ദീനുള്ള ചെറുപ്പക്കാരൻ. ദീൻ എന്ന് പറഞ്ഞ സ്വഭാവമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടലുകളല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ദീൻ എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടലാണ്. നമ്മൾ വലിയ ദീനുള്ള ആളെന്ന് കുറിച്ച് ആരെ കുറിച്ചാ പറയാം? വലിയ താഴിണ്ടാണ്, കയ്യിലൊരു തസ്ബീമാലുണ്ടാണ്, വലിയ കെട്ടുണ്ടാണ്, പിന്നെ ഒരു പച്ചത്തട്ടം കൂടി ഇട്ട ഭയങ്കര ദീനാണ്. നമ്മുടെ ഒരു കോൺസെപ്റ്റ് വെച്ച് ഭയങ്കര ദീനാണ്. ദീൻ എന്ന് പറഞ്ഞതല്ല, അതൊക്കെ പ്രകടനങ്ങളാണ്. അങ്ങനെയുള്ള ആളുകളിൽ ദീനുള്ളവരുണ്ടാവും, ഇല്ല ഞാൻ പറയുന്നത്.
പക്ഷെ നമ്മുടെ തോട്ടതാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഭയങ്കര ദീനാണെന്നാണ്. നിസ്കാരത്തെ നെറ്റിത്തടത്തിൽ നിസ്കാരത്തെ അമ്പുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ദീനാണ്. പക്ക ഫ്രോഡായിരിക്കും ചില ആളുകൾ. ആ നെറ്റിത്തം വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ആളുകളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുക. മുമ്പിൽ നന്നായിട്ട് നിസ്കരിക്കും. കൂടെ ഒരു മാസമൊക്കെ ജീവിക്കുകയാണെങ്കിൽ തഹജ്ജുദ് അടക്കം ദുഹാ അടക്കം നിസ്കരിച്ച് തസ്ബീഹൊക്കെ പിടിച്ച് ഖുർആനൊക്കെ ഓതുമ്പോൾ കൂടെയുള്ള ആൾ വിചാരിക്കും ഇയാൾ വിശ്വസിച്ചിട്ട് കാര്യേൽപ്പിക്കുന്ന ദീനുള്ള ആളാണല്ലോ. അങ്ങനെ കൊണ്ടിട്ട് ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുക. ആൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ പൈസ കിട്ടൂല, ബിസിനസ് ഉണ്ടാവില്ല, വരുമാനം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഫ്രോഡുകളായി ചില ആളുകൾ പ്രകടനം നടത്തുന്നത്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഡ്രസ്സ് കണ്ടിട്ടോ അവന്റെ താടിയുടെ വലുപ്പം കണ്ടിട്ടല്ല ദീൻ നമ്മൾ അളക്കേണ്ടത്. ഖൽബിനകത്താണ് ദീൻ ഉണ്ടാവുന്നത്. ഒരാളുടെ സ്വഭാവം കണ്ടാലാണ് അയാളുടെ ദീൻ മനസ്സിലാവും. സ്വഭാവമാണ് നമ്മളെല്ലാവരും നന്നാക്കേണ്ടത്. നമ്മുടെ പെരുമാറ്റം നമ്മൾ നന്നാക്കണം. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ വലിയ നിസ്കാരക്കാരാണ് ആയതുകൊണ്ട് ഇസ്ലാമിനൊരു നേട്ടമില്ല. ഇവിടെ ഇരിക്കുന്ന ഈ മഹല്ലിൽ, എടരിക്കോട് മഹല്ലിലുള്ള എല്ലാ വീട്ടുകാരും, ആയിരക്കണക്കിന് വീടുണ്ട്, എല്ലാ വീട്ടുകാരും നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് എന്ന് സങ്കല്പിക്കുക. അതുകൊണ്ട് ഇസ്ലാമിൽ എന്ത് നേട്ടം? അതുകൊണ്ട് ഇസ്ലാമിൽ വല്ല നേട്ടം. നമ്മളെല്ലാവരും തഹജ്ജുദ് നിസ്കരിച്ചതുകൊണ്ട് ഇസ്ലാമിൽ ഒരു നേട്ടം ഉണ്ടാവില്ല. നമ്മൾക്ക് പേഴ്സണലി നേട്ടം ഉണ്ടാകും, മതത്തിന് അതുകൊണ്ടൊരു നേട്ടമില്ല. നമ്മൾ 5 നേരം പള്ളിക്ക് വന്നാലും മതത്തിന് അതുകൊണ്ടൊരു നേട്ടമില്ല. പേഴ്സണലി നമ്മൾക്ക് നേട്ടം ഉണ്ടാവും. ഈ പരിശുദ്ധ മതം ഇസ്ലാമിന് ഒരു നേട്ടം ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊക്കെ സൽസ്വഭാവികളായി മാറണം. നമ്മുടെ അപ്പുറത്തുള്ള അയൽവാസി പറയണം മുസ്ലിങ്ങളുടെ അടുത്ത് വിശ്വസിച്ച് നമുക്കൊരു വീടെടുക്കാം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് പറയണം മുസ്ലിമീങ്ങളാണ് സ്റ്റാഫ് എങ്കിൽ നമ്മൾക്ക് അവരുടെ കൂടെ വിശ്വസിച്ച് അവരുടെ കൂടെ ജോലി ചെയ്യാം. നമ്മുടെ കൂടെ കച്ചവടം ചെയ്യുന്ന പാർട്ട്ണർ ഒരു മുസ്ലിം ആണെങ്കിൽ അയാൾ പറയണം ഒരു മുസൽമാന്റെ കയ്യിൽ എത്ര ലക്ഷങ്ങളും പേടിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാം, അവൻ വിശ്വസ്തനാണെന്ന് പറ്റിക്കില്ല. ഒരു മുസ്ലിമിന്റെ ഷോപ്പിൽ നിന്ന് എന്ത് വസ്തുക്കളും നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം, അവർ പറ്റിക്കൂല. വഞ്ചിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഉടമകളാണ് അവർ. അപ്പോഴാണ് ദീനിന് നേട്ടമുണ്ടാവുക. അല്ല ഞാനും നിങ്ങളും നോമ്പെടുത്തത് കൊണ്ടോ ഹജ്ജ് ചെയ്തത് കൊണ്ടോ നിസ്കരിച്ചത് കൊണ്ടോ ദീനിന് നേട്ടമുണ്ടാവില്ല. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം, നമ്മുടെ പെരുമാറ്റം, അതാണ് നമ്മൾ നന്നാക്കുന്നത്. സ്വർഗത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ പരിശുദ്ധ ഖുർആൻ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. നാളെ പാരത്രിക ലോകത്തിൽ, ആഖിറത്തിൽ നമ്മുടെ സമ്പാദ്യങ്ങളോ നമ്മുടെ മക്കളോ സന്താനങ്ങളോ നമ്മൾക്ക് ഉപകാരം ചെയ്യൂല. വലിയ പണക്കാരനായതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, ഒരുപാട് മക്കളുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ രക്ഷപ്പെടുന്നത് ഒരേ ഒരു വിഭാഗം ആളുകളാണ്, അവർക്കല്ലാതെ അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ 25 ഹജ്ജ് ചെയ്താലും 40 ഹജ്ജ് ചെയ്താലും അവിടെ രക്ഷപ്പെടണമെങ്കിൽ ക്രൈറ്റീരിയ ഓൺലി വൺ, ഒരേ ക്രൈറ്റീരിയ. സ്വർഗത്തിലെത്തുന്നവന്റെ ക്രൈറ്റീരിയ ഒന്നാണ്, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സംശുദ്ധ ഹൃദയമുള്ള ആളുകൾ, 916 പ്യൂരിറ്റിയിലുള്ള ഹൃദയമുള്ള ആളുകൾ. എന്താ ഈ 916 പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ? ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ എന്താ? സംശുദ്ധമായ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് പകയുണ്ടാവരുത്, അവർക്ക് അസൂയ ഉണ്ടാവരുത്, അവർക്ക് വൈരാഗ്യം ഉണ്ടാവരുത്, കപടന്മാരാവരുത്, കാപ്പട്ടിക്കാരാവരുത്. ഖൽബുൻ സലീം, സംശുദ്ധ ഹൃദയം. ഇവർക്കല്ലാതെ വേറൊരാൾക്ക് സ്വർഗ്ഗത്തിലെത്താൻ കഴിയില്ല. ഖുർആൻ ആയത്താണ്, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. 100% ശുദ്ധ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂ. എന്നാ പിന്നെ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ എത്തണ്ടേ? നിസ്കരിച്ചും നോമ്പ് നോക്കിയും 63 വർഷം കഷ്ടപ്പെട്ട് നമ്മൾ സ്വർഗത്തിൽ എത്തണ്ടേ? സ്വഭാവമൊക്കെ വളരെ മോശമാണ്, എത്തും. ശിക്ഷകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിലെത്തുന്ന സമയത്ത് ഒരു പണിയുണ്ട്. സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് അല്ലാഹു ഒരു നദി, ഒരു പുഴയിൽ നമ്മൾ മുക്കിയെടുക്കുന്നു.
ആ മുക്കിയെടുക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ കൽവിലുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ സംശുദ്ധ ഹൃദയത്തിന്റെ വിപരീതമാണ്, ഓപ്പോസിറ്റാണ്. നമ്മൾ കേട്ടിട്ടുണ്ടോ? ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا ولا تجعل في قلوبنا غلا. കേട്ടിട്ടില്ലേ? നമ്മൾ നിരന്തരമായി ഓതുന്ന ആയത്താണത്. ولا تجعل في قلوبنا غلا. പടച്ചോനെ എൻ്റെ കൽബിൽ ഗില്ലിനെ നീ തരല്ലേ അല്ലാഹ്. എന്താ ഗില്ല്? ولا تجعل في قلوبنا غلا. പടച്ചോനെ എൻ്റെ കൽബിൽ ഗില്ല് തരല്ല അല്ലാഹ്. ഇത് ദുആ ചെയ്യാൻ അല്ലാഹു നമ്മോട് ആവശ്യപ്പെടാൻ.